വിമുക്ത ഭടന്മാരെ വീണ്ടും വെട്ടിലാക്കി തിരുവനന്തപുരം SK ആശുപത്രി. സൗജന്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം വിമുക്ത ഭടന്മാരെയും കുടുംബത്തെയും ചികിത്സിക്കാനാകില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. പൂർണ്ണമായും സൗജന്യമാണെന്നിരിക്കെ ECHS പദ്ധതി പ്രകാരം ചികിത്സയ്ക്കെത്തുന്നവരിൽ നിന്നും ആശുപത്രി അധികൃതർ പണം വാങ്ങുന്നുവെന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അനധികൃതമായി പണം വാങ്ങുന്നത് അവസാനിപ്പിക്കാതെ പദ്ധതിയിൽ നിന്ന് തന്നെ പിന്മാറിയിരിക്കുകയാണിപ്പോൾ ആശുപത്രി മാനേജ്മെന്റ്. ഈ മാസം 25-നാണ് ചികിത്സയ്ക്കായി എത്തുന്ന വിമുക്ത ഭടന്മാരിൽ നിന്ന് SK ആശുപത്രി അനധികൃതമായി പണം ഈടാക്കുന്നുവെന്ന വാർത്ത റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. വാർത്ത വന്നതിന് പിന്നാലെ വിമുക്ത ഭടന്മാർക്കുള്ള ECHS സേവനം SK ആശുപത്രി മാനേജ്മെന്റ് പിൻവലിച്ചു. ഇക്കാര്യം അറിയിച്ച മാനേജ്മെന്റ് ECHS പാങ്ങോട് റീജിയണൽ ഡയറക്ടർക്ക് കത്ത് നൽകി. ഒരു MOയും ഈ SK ഹോസ്പിറ്റലും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറാണ്. നമ്മൾ തമ്മിലൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ആ കരാറിന് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് ആ കരാറിന് പൊളിക്കുവാനോ അല്ലെങ്കിൽ മാറ്റി എഴുതാനോ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് ടെർമിനേറ്റ് പോകുന്നത് ഇത്രയ്ക്കുള്ള വാലിഡിറ്റിയോ ഈ ആധികാരികമായ രേഖയ്ക്കുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. ഒരു മുന്നറിയിപ്പുമില്ലാതെയുള്ള പിന്മാറ്റം കരാർ ലംഘനമാണെന്നും ആശുപത്രിയിലെത്തുന്ന രോഗികളെ ഇത് വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നും വിമുക്ത ഭടന്മാർ പറയുന്നു. അതൊരു മനുഷ്യാവകാശ ലംഘനമാണ് അവർ ചെയ്തിരിക്കുന്നത്, നമ്മളോട് കാണിച്ചിരിക്കുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. നടപടി ഭയന്നായിരിക്കും. അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റലിൻ്റെ ഇത്തരത്തിലുള്ള ഈ കംപ്ലയിൻറ്റുകൾ വരുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മളെ അങ്ങ് ഒഴിവാക്കി എങ്ങനെയെങ്കിലും അതിന് തടിയൂരാം എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും അവർ ചെയ്തിരിക്കണം. അവിടെ ഫോളോ അപ്പ് ചികിത്സ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡയാലിസിസ് പോലെയും അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി സംബന്ധമായൊക്കെ ഈ കാലയളവിൽ ഡേറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓടുകയാണ്. കരാർ ലംഘിച്ച് ചികിത്സ നിഷേധിക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രോഗത്തെ ഭയന്ന് ആശുപത്രിയിലെത്തുന്ന രോഗികളിൽ നിന്ന് അനധികൃതമായി പണം പിടിച്ചു വാങ്ങും. ഇക്കാര്യം വാർത്തയായി പുറത്തു വന്നതോടെ കരാറിൽ നിന്ന് പിൻവാങ്ങി. എന്തായാലും SK ആശുപത്രിക്ക് ഒരു ലക്ഷ്യം മാത്രം: രോഗികൾ ബുദ്ധിമുട്ടണം. റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. റിനു ശ്രീധറിന്റെ വിവരങ്ങളുമായി. റിനു, ഇപ്പോൾ ആശുപത്രി മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ നൽകുന്ന പ്രതികരണം എന്താണ്? സ്മൃതി, ഈ കഴിഞ്ഞ 25-ാം തീയതിയാണ് ECHS പദ്ധതി പ്രകാരം വിമുക്ത ഭടന്മാർക്ക് സൗജന്യ ചികിത്സയാണ്. പക്ഷേ ഈ ആശുപത്രി അനധികൃതമായി പണം ഈടാക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ നൽകിയത്. അപ്പോൾ തന്നെ അവരുടെ പ്രതികരണവും നമ്മൾ നൽകിയിരുന്നു. അവർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നില്ല. എങ്കിൽ പോലും ഇത് ഈ ഇൻഷുറൻസ് പദ്ധതിക്ക് പുറമേ നൽകുന്ന സേവനത്തിനാണ് ഈ പണം ഈടാക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ അത് അക്ഷരം പ്രതി തെറ്റാണ് എന്നുള്ളതാണ്. പൂർണ്ണമായി സൗജന്യമാണ് ECHS വിമുക്ത ഭടന്മാർക്കുള്ള സേവനം നൽകുന്നത്. പക്ഷേ അതിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പദ്ധതിയിൽ നിന്ന് തന്നെ, ആ കരാറിൽ നിന്ന് തന്നെ SK ഹോസ്പിറ്റൽ പിൻവലിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇത്തരം പെട്ടെന്ന് ഒരു നിർദ്ദേശവുമില്ലാതെ, ഒരു മുൻധാരണയുമില്ലാതെ, മുന്നറിയിപ്പുമില്ലാതെ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയതോടുകൂടി അവിടെ ചികിത്സയ്ക്കെത്തുന്നവർ നിരവധി പേരാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇവർക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാവുന്നതാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവരുടെ ഈ ഒരു കള്ളം പുറത്തു വന്നതോടുകൂടി ഈ നടപടി ഉണ്ടാകുമെന്നുള്ളൊരു ഭയത്താൽ ഇവർ പിൻവാങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ തയ്യാറല്ല, പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവർ അറിയിച്ചത്. എന്തായാലും ഇൻഷുറൻസ് പദ്ധതിയിൽ കള്ളത്തരം നടത്തി പണം ഈടാക്കുന്നത് നമ്മൾ കൃത്യമായി തന്നെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്ന്, ആഭ്യന്തര മന്ത്രാലയവുമായിട്ടുള്ള കരാറിൽ നിന്ന്, പ്രതിരോധ വകുപ്പുമായുള്ള കരാറിൽ നിന്ന് ഇവർ പിൻവലിയുന്ന ഒരു സാഹചര്യം. ഇതുമൂലം നിരവധി രോഗികളാണ് അവിടെ ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ഇവർക്ക് മാത്രം ഈ കരാറിൽ നിന്ന് പിൻവലിയാൻ കഴിയില്ല ഇത്ര പെട്ടെന്ന് എന്നുള്ളതാണ് വിമുക്ത ഭടന്മാർ അടക്കം പറയുന്നത്. എങ്ങനെയായാലും ഇവർക്കൊരു ലക്ഷ്യം മാത്രമാണുള്ളത്: വിമുക്ത ഭടന്മാർ അവിടെ ചികിത്സയ്ക്കായി എത്തുന്നവർക്ക് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഈ വിമുക്ത ഭടന്മാരുടെ സംഘടന അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. സ്മൃതി. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.